പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി വീണ്ടും പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. 2020 മാർച്ച് 7-ന് കൊല്ലം അഞ്ചലിലാണ് ഉത്ര എന്ന 25 വയസ്സുകാരി ഇത്തരത്തിൽ മരിക്കുന്നത്. ആദ്യം ഒരു ഞെട്ടലോടെയാണ് കേരളം ഈ വാർത്ത അറിയുന്നത്. എന്നാൽ മലയാളികൾ ശരിക്കും ഞെട്ടിയത് പിന്നീടായിരുന്നു. കേൾക്കുമ്പോൾ അസ്വാഭാവികമെന്ന് തോന്നുമെങ്കിലും നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു അസ്വാഭാവികത ആ മരണത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുന്ന കഥകൾ നാം കേട്ടിട്ടുണ്ടെങ്കിലും കടിച്ച പാമ്പിനെ വെച്ച് കൊലപാതകം തെളിക്കുന്ന കേസായി മാറുകയായിരുന്നു പിന്നീട് ഉത്ര കേസ്. ഉത്രയുടെ ഭർത്താവ് സൂരജ് വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമായിരുന്നു അത് എന്ന് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൃക്സാക്ഷികളോ സാഹചര്യ തെളിവുകളോ ഒന്നുമില്ലാതെ ഇരുട്ടിൽ തപ്പിയ പോലീസ് ആദ്യം ഒന്ന് വേർത്തെങ്കിലും കേസ് വിട്ടുകളയാൻ അവർ തയ്യാറായില്ല. കടിച്ച പാമ്പിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയും കടിയുടെ ഭാഗത്തെ മുറിവിന്റെ ആഴമളന്നും പാമ്പ് വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തി പോലീസ് നടത്തിയ അന്വേഷണമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്കും പ്രതിയിലേക്കും എത്തിയത്. മാർച്ച് 25-നാണ് സൂരജ് ഉത്രയും വിവാഹിതരാകുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം 2020 മാർച്ച് 20-ന് ഉത്രയ്ക്ക് ആദ്യമായി പാമ്പ് കടിയേറ്റു. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ഉത്ര അഞ്ചലിലെ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നു. തുടർന്ന് 2020 മെയ് 7-നാണ് ഉത്ര വീണ്ടും പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്. മരണം നടന്ന അടുത്ത ദിനങ്ങളിൽ തന്നെ സൂരജിന്റെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത ശ്രദ്ധിച്ച ഉത്രയുടെ മാതാപിതാക്കൾ കൊല്ലം റൂറൽ SP ഹരിശങ്കറിന് പരാതി നൽകുന്നു. ഇവിടെ നിന്നായിരുന്നു കേസിന്റെ വഴിത്തിരിവ് ആരംഭിക്കുന്നത്. കേസിൽ ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രീയ തെളിവുകൾ ആവശ്യമാണെന്ന് കൊല്ലം പോലീസിന് അറിയാമായിരുന്നു. തുടർന്നുള്ള ആഴ്ചകളിൽ ഉത്രയുടെ കാലിൽ പാമ്പ് കടിയേറ്റതിനെക്കുറിച്ച് പഠിക്കാൻ വെറ്റിനറി ഡോക്ടർമാർ, അന്വേഷണത്തിനിടെ മൃതദേഹം പുറത്തെടുത്ത് പാമ്പിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ വെറ്റിനറി സർജൻമാർ, വന്യജീവി ഉദ്യോഗസ്ഥർ, ജന്തുശാസ്ത്രജ്ഞർ, ഹെർപ്പറ്റോളജിസ്റ്റുകൾ, പാമ്പ് കൈകാര്യം ചെയ്യുന്നവർ എന്നിവരെ ഉൾപ്പെടുന്ന ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കുന്നു. ഉത്രയ്ക്ക് പാമ്പ് കടിയേറ്റത് സ്വാഭാവികമായോ അതോ പ്രേരിതമാണോ എന്ന് കണ്ടെത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. കേസിനെ പറ്റി വളരെ ശ്രദ്ധാപൂർവം പഠിച്ച വിദഗ്ധ സംഘം ഉത്രയുടെ പരിക്ക് സ്വാഭാവിക പാമ്പ് കടിയല്ല എന്ന് കണ്ടെത്തുന്നു. പാമ്പ് കടിയുടെ ശാസ്ത്രീയ വശങ്ങളായിരുന്നു പോലീസ് ആദ്യമായി പരിശോധിച്ചത്. മൂർഖൻ പാമ്പിന്റെ കടിയേറ്റായിരുന്നു ഉത്രയുടെ മരണം. പൂർണ്ണ വളർച്ചയെത്തിയ മൂർഖന്റെ വിഷപ്പല്ലുകളുടെ സാധാരണ നീളം 6 മുതൽ 7 മില്ലിമീറ്റർ വരെയാണ്. ഈ 2 പല്ലുകൾക്കിടയിലെ അകലം 1 സെന്റിമീറ്റർ മുതൽ 1.6 സെന്റിമീറ്റർ വരെയാണ്. ഉത്രയുടെ ശരീരത്തിലേറ്റ 2 കടികളുടെയും കൊമ്പുകൾക്കിടയിലുള്ള ദൂരം യഥാക്രമം 2.3 സെന്റിമീറ്ററും 2.8 സെന്റിമീറ്ററുമായിരുന്നു. ഇവിടെയാണ് പാമ്പുകളുടെ ശരീരഘടനയിലെ പ്രത്യേകത പ്രസക്തമാവുന്നത്. മൂവബിൾ ജോയിൻസ് അഥവാ ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികളാൽ നിർമ്മിതമാണ് പാമ്പുകളുടെ തലയോട്ടികൾ. അതിനാൽ തന്നെ പാമ്പിന്റെ തലയിൽ പിടിച്ചുകൊണ്ട് കടിപ്പിക്കുകയാണെങ്കിൽ പല്ലുകൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും സ്വാഭാവികമായി പാമ്പ് കടിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ അകലം കടിയേറ്റ ഭാഗത്ത് കാണപ്പെടുകയും ചെയ്യും. ഇത് തെളിയിക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹരിശങ്കറും ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ K ശശികലയും ഡെമ്മി പരിശോധന നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. കേസ് സംശയത്തിന്റെ കണിക പോലും ഇല്ലാതെ തെളിയിക്കുന്നതിൽ ഡെമ്മി പരിശോധന പിന്നീട് വലിയ പങ്ക് വഹിച്ചിരുന്നു. ഉത്രയുടെ വലുപ്പത്തിന് സമാനമായ ഒരു ഡെമ്മിയെ ഒരു കട്ടിലിൽ കിടത്തി ഒരു പുതിയ ബ്രോയിലർ ചിക്കൻ കഷ്ണം ഡെമ്മിയുടെ കയ്യിൽ കെട്ടുന്നു. ഒരു മൂർഖൻ പാമ്പിനെ ഡെമ്മിയുടെ മുകളിലേക്ക് അഴിച്ചുവിടുന്നു. എന്നാൽ മൂർഖൻ പാമ്പ് ഡെമ്മിയെ കടിക്കാൻ ശ്രമിച്ചില്ല. പകരം നിലത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. മൂർഖൻ പാമ്പുകൾ പ്രകോപനമില്ലാതെ സാധാരണ കടിക്കാറില്ല. കൂടാതെ പത്തിയുയർത്തുക, ചീറ്റുക തുടങ്ങിയ പ്രതിരോധ രീതികൾ കാണിച്ച ശേഷം മാത്രമേ കടിക്കുകയുള്ളൂ. മാത്രമല്ല ചലിക്കുന്ന വസ്തുക്കളെ മാത്രമേ അവ കടിക്കാറുള്ളൂ. അടുത്തതായി മൂർഖനെ പ്രകോപിപ്പിക്കുക എന്നതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. നിരവധി തവണയുള്ള പ്രകോപനങ്ങൾക്ക് ശേഷം മൂർഖൻ ഡെമ്മിയുടെ കയ്യിൽ കെട്ടിയിരുന്ന കോഴി കഷ്ണത്തെ 2 തവണ കടിച്ചു. കടിക്കുന്നതിന് മുമ്പ് മൂർഖൻ പ്രതിരോധ രീതികൾ കാണിക്കുകയും ചെയ്തു. തുടർന്ന് സംഘം ചിക്കനിലേറ്റ സ്വാഭാവിക കടിയുടെ വീതി അളന്നു. രണ്ടും 1.7 സെന്റിമീറ്റർ ആയിരുന്നു. പിന്നീട് മൂർഖനെ അതിന്റെ തലയിൽ പിടിച്ച് ചിക്കൻ കഷ്ണത്തിൽ 2 തവണ കടിപ്പിച്ചു. ഇവയുടെ കൊമ്പിന്റെ വീതി 1, 2, മറ്റേത് 2.4 സെന്റിമീറ്ററുമായിരുന്നു. ഇതുവഴി ഉത്രയെ കൊല്ലാനായി സൂരജ് പാമ്പിന്റെ തലയിൽ പിടിച്ച് മനഃപൂർവ്വം കടിപ്പിക്കുകയായിരുന്നു എന്ന് തെളിഞ്ഞു. ഈ ഡമ്മി ടെസ്റ്റ് വീഡിയോയിൽ പകർത്തുകയും തെളിവായി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. മാത്രമല്ല ഉത്രയുടെ കാലിലെ കടിയേറ്റ പാടുകൾ പരിശോധിച്ചപ്പോൾ അവർ കിടക്കുമ്പോഴാണ് കടിയേറ്റതെന്ന് കണ്ടെത്തി. സാധാരണ സാഹചര്യങ്ങളിൽ ഒരു പാമ്പ് ഒരാളെ കടിക്കുമ്പോൾ കടിയേറ്റ പാട് കണങ്കാലിലോ കാലിന് തിരശ്ചീനമായോ ആണ് കാണപ്പെടുക. എന്നാൽ ഉത്രയുടെ കാൽമുട്ടിനും കാലിനും ഇടയിലായിരുന്നു കടിയേറ്റത്. ഈ കണ്ടെത്തലുകളാണ് അന്വേഷണത്തിൽ സുപ്രധാനമായത്. അടുത്തത് മൂർഖൻ പാമ്പുകളുടെ സ്വഭാവ സവിശേഷതയായിരുന്നു അന്വേഷണ സംഘം വിലയിരുത്തിയത്. വിഷപ്പല്ലുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷം ഉപയോഗിക്കാൻ പാമ്പുകൾ വളരെ പിശുക്ക് കാണിക്കും. സാധാരണയായി ഇരയെ ഒരു തവണ കടിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയാണ് പതിവ്. വളരെ ചുരുക്ക സമയത്ത് മാത്രമാണ് രണ്ടാമത് കടിക്കുക. ഇനി സ്വയം സംരക്ഷണത്തിനായി പാമ്പ് കടിച്ചാലും അത് ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ശത്രുവിനെ വീണ്ടും കടിക്കില്ലെന്നും വിദഗ്ധ സമിതി പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ഉത്രയെ കടിച്ച പാമ്പിന്റെ പോസ്റ്റ്മോർട്ടം പോലീസ് നടത്തുന്നു. വളരെ വിചിത്രമെന്ന് ആദ്യം തോന്നുമെങ്കിലും കേസിലെ വളരെ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് പോസ്റ്റ്മോർട്ടം വഴിയായിരുന്നു.
പാതി അഴുകിയ മൂർഖൻ പാമ്പിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം വീട്ടുകാർ തല്ലിക്കൊല്ലുന്ന സമയത്ത് പാമ്പ് 7 ദിവസത്തോളം ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല. അതിനർത്ഥം പാമ്പ് ആരുടെയോ പിടിയിലായിരുന്നു എന്നതായിരുന്നു. ഉത്തരയ്ക്ക് കടിയേറ്റ മുറി ശീതീകരിച്ചതും വെന്റിലേഷനുകൾ വളരെ കുറഞ്ഞതുമായ മുറിയായിരുന്നു. അതുകൊണ്ട് തന്നെ പാമ്പ് അകത്തേക്ക് കയറാനുള്ള സാധ്യത വളരെ വിരളമാണ്. പാമ്പ് ജനൽ വഴി അകത്തേക്ക് കയറി എന്നായിരുന്നു കുടുംബത്തിന്റെ വാദം. എന്നാൽ മൂർഖൻ പാമ്പിന് സ്വന്തമായി ജനാലയിലൂടെ പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. അതിന് കാരണം മൂർഖൻ പാമ്പുകൾക്ക് അവയുടെ നീളത്തിന്റെ 1/3 മാത്രമേ ലംബമായി ഉയരാൻ കഴിയൂ. ഉത്തരയെ കടിച്ച മൂർഖൻ പാമ്പിന്റെ നീളം 152 സെന്റിമീറ്റർ ആയിരുന്നു. അതായത് നിലത്ത് നിന്ന് ഏകദേശം 50 സെന്റിമീറ്റർ മാത്രം ലംബമായി ഒരു ഭിത്തിയിലേക്ക് സ്വയം ഉയരാൻ ഇവയ്ക്ക് കഴിയൂ. അതിനാൽ തന്നെ പാമ്പ് ജനാലയിലൂടെ വീട്ടിലേക്ക് പ്രവേശിച്ചു എന്ന വാദം പോലീസ് തള്ളുന്നു. ഇതിനൊപ്പം 2020 മാർച്ചിൽ ഉത്തരയെ ആദ്യമായി അണലി കടിച്ച സംഭവം അന്വേഷണ സംഘം പഠിച്ചു. ഉത്തര സൂരജിന്റെ മാതാപിതാക്കളുടെ വീട്ടിലായിരുന്നപ്പോഴാണ് ആദ്യം അണലിയുടെ കടിയേൽക്കുന്നത്. ഈ വീട് നിലനിൽക്കുന്ന സ്ഥലം ഈർപ്പം കൂടുതലുള്ളതും ചതുപ്പ് പ്രദേശവുമായിരുന്നു. എന്നാൽ അണലിപ്പാമ്പുകൾ ഇത്തരം പ്രദേശങ്ങളിൽ സാധാരണയായി കാണാറില്ല. മറിച്ച് വരണ്ട പ്രദേശങ്ങളിലാണ് ഇവയെ കാണപ്പെടാറ്. മാത്രമല്ല 2 നില വീട്ടിലേക്ക് പാമ്പിന് കടക്കാൻ സഹായിക്കുന്ന മരക്കൊമ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല. അണലിയെ വെച്ചും പോലീസ് ഡമ്മി പരിശോധന നടത്തി. ചത്ത ഒരു എലിയെയും ജീവനുള്ള ഒരു എലിയെയും ഡമ്മിയുടെ ഇരു കൈകളിലും കെട്ടിവെച്ചായിരുന്നു ടെസ്റ്റ് നടത്തിയത്. അണലി സാധാരണയായി ശരീരോഷ്മാവും ശത്രുവിന്റെ അനക്കവും നിരീക്ഷിച്ചാണ് കടിക്കുക. അതുകൊണ്ട് തന്നെ ഉത്തര ഉറക്കത്തിലായിരുന്നുവെങ്കിൽ ആദ്യ തവണയും സൂരജ് മനഃപൂർവ്വം പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചതാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. ഇതോടൊപ്പം മൂർഖൻ പാമ്പ് കടിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന അസഹനീയമായ വേദന കാരണം ഉത്തര ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റേനെ. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വിഷമുള്ള അണലി 3 തവണയും മൂർഖൻ പാമ്പ് പലതവണയും കടിച്ചിട്ടുള്ള വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെയും പോലീസ് സംഘം കണ്ടെത്തുന്നു. മൂർഖൻ പാമ്പ് ഒരാളെ കടിക്കുമ്പോൾ അസഹനീയമായ വേദന ഉണ്ടാകുമെന്ന് അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുൻപിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതുവഴിയാണ് ഉത്തര ഉറക്കമുണരാതിരിക്കാൻ സൂരജ് രാത്രി ഉറക്ക ഗുളിക നൽകിയെന്ന് തെളിയുന്നത്. സൂരജ് പാമ്പിനെ കൊണ്ടുവന്ന കുപ്പി വീടിന് സമീപത്തു നിന്ന് തന്നെ കണ്ടെത്തി. മാത്രമല്ല പോസ്റ്റ്മോർട്ടത്തിനൊപ്പം നടത്തിയ DNA പരിശോധന വഴി സൂരജ് പാമ്പിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കുപ്പിയിലെ DNA സാമ്പിളുമായി മാച്ച് ആവുകയും ചെയ്തു. പാമ്പ് പിടുത്തക്കാരുമായി സൂരജ് പുലർത്തിയ ബന്ധം പോലീസ് കണ്ടെത്തുന്നു. അതുവഴി സൂരജിന് മൂർഖൻ പാമ്പിനെ നൽകിയ വ്യക്തിയും പോലീസ് കണ്ടെത്തി. ഇവരെയും അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ കുരുക്കുകളെല്ലാം മുറിയതോടെ സൂരജ് കുറ്റസമ്മതം നടത്തുന്നു. ഉത്തരയെ കൊലപ്പെടുത്തിയ ശേഷം സമ്പന്നയായ ഉത്തരയുടെ സ്വർണവും മറ്റും കൈക്കലാക്കി മറ്റൊരു വിവാഹം കഴിക്കാനായിരുന്നു സൂരജിന്റെ പദ്ധതി. ഇതിൽ സൂരജിന്റെ മാതാപിതാക്കളുടെ പങ്കും പിന്നീട് തെളിയുന്നു. അതോടെ അവരും അറസ്റ്റിലാകുന്നു. വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ 87 സാക്ഷികളെയും 286 ഡോക്യുമെന്ററി തെളിവുകളും 40 മറ്റ് തെളിവുകളും ഹാജരാക്കി. തുടർന്ന് കൊല്ലം അഡീഷണൽ സെഷൻ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സൂരജിനെ ഭാര്യയെ വിഷം കൊടുത്തു കൊന്നതിന് 10 വർഷവും തെളിവ് നശിപ്പിച്ചതിന് 7 വർഷവും ഇതിനൊപ്പം ഇരട്ട ജീവപര്യന്തം തടവും വിധിച്ചു. വെറും ഒരു സ്വാഭാവിക മരണം മാത്രമായി അവസാനിക്കുമായിരുന്നുവെന്ന് കുടുംബത്തിന്റെയും പോലീസിന്റെയും കൃത്യമായ ഇടപെടലിലൂടെ വളരെ ക്രൂരമായ കൊലപാതകമാണെന്ന് തെളിയുന്നു. ഇന്ത്യയിൽ ഉത്തര ഉൾപ്പെടെ മൃഗങ്ങളെ ഉപയോഗിച്ച് 3 കൊലപാതക കേസുകളാണ് ഉണ്ടായിരുന്നത്. മറ്റ് 2 കേസുകളും പഠന വിധേയമാക്കിയായിരുന്നു കേരള പോലീസ് ഉത്തരവാദം തെളിയിക്കുന്നത്. മറ്റ് 2 കേസുകൾ ഒഴികെ ഉത്തര കേസിൽ മാത്രമാണ് പോലീസിന് കേസ് തെളിയിക്കാനും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു നൽകാൻ കഴിഞ്ഞത്. ഈ ഒരു നേട്ടവും കേരള പോലീസിന് എന്നെന്നും അഭിമാനിക്കാനാവുന്ന ഒന്നാണ്. ഉത്തര കൊലപാതക കേസിലെ അന്വേഷണത്തിലെ ഓരോ ഘട്ടവും ക്രിമിനോളജിയിലെ അധ്യായമായി പിന്നീട് മാറി. അന്വേഷണം വിശദമായി ജേണൽ ഓഫ് ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു.